Hi, hello. This is day 7 of chatting new journey with Deepak. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്ത ശേഷം എന്തൊക്കെ പഠിച്ചു എന്നുള്ളതാണ്. മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ വെച്ചാൽ ബേസിക്കായിട്ട് സീൻ്റെ ഡാറ്റ ടൈപ്പ് വേരിയബിൾസ് അതിനെ പറ്റിയൊക്കെ അത്യാവശ്യം ധാരണ ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ ഫസ്റ്റായിട്ട് നോക്കിയത്. ഫസ്റ്റായിട്ട് നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ പാറ്റേൺ പ്രിൻറ്റിങ് ആണ്. ഈ ലൈക്ക് പിരമിഡ് ലെഫ്റ്റ് അങ്ങനെ ഓരോ കുറച്ച് പാറ്റേൺസ് അതിൽ എന്ന് പറയുക ഒരു പാറ്റേൺ കണ്ടാൽ ഇപ്പം അതിൻ്റെ ലോജിക്കൊന്നും മനസ്സിലാക്കി ആ പാറ്റേൺ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഇല്ല. ബട്ട് കുറച്ച് പാറ്റേൺസൊക്കെ ഞാൻ ചെയ്യും. ദെൻ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാണ്ട് വെച്ചാൽ ഒരു പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ലോജിക്ക് നമുക്ക് മനസ്സിലാകുന്നില്ല, നമുക്ക് എന്താ പറയുക പ്രിൻറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ ഇത്. പക്ഷേ അതിൻ്റെ ലെവലിലേക്ക് ഞാൻ എത്തിയിട്ടില്ല. പിന്നെ രണ്ടാമെന്ന് വെച്ചാൽ അറേൻ്റെ കോൺസെപ്റ്റ്, അറേയിൽ എങ്ങനെ പുതിയ സാധനം ആഡ് ചെയ്യുക, അതെങ്ങനെ ആക്സസ് ചെയ്യാം, അതെങ്ങനെ ചേഞ്ച് ചെയ്യാന്നൊക്കെ ഏകദേശം ഓക്കെയാണ്. പിന്നെ സെർച്ചിങ്, സോർട്ടിങ്, പിന്നെ എത്ര പ്രൈം നമ്പർ ഉണ്ട്, എത്ര പ്രൈം നമ്പർ ഉണ്ട്, എത്ര നമ്പറുണ്ട്, എത്ര ഓൾ നമ്പർ ഉണ്ട്, അങ്ങനത്തെ ഏകദേശം ലോജിക്കൊക്കെ ഏകദേശം ഓക്കെയാണ്. ബട്ട് ഞാനിങ്ങനെ അതിൻ്റെ എന്നൊരു സിൻടാക്സ് ഒന്നും കാണാപ്പാടം പഠിച്ച അങ്ങനത്തെ രീതിയിലല്ല ഉള്ളത്. അറിയാം ലോജിക്കൊക്കെ ഏകദേശമായിട്ട്. ദാറ്റ് ഈസ് ഓൾ ഐ തിങ്ക് ദാറ്റ് ഈസ് ഓക്കെ. പിന്നെ നോക്കിയതെന്ന് വെച്ചാൽ ജസ്റ്റ് ലൈക്ക് ഓപ്സ് കോൺസെപ്റ്റ് ബേസ് ഓഫ് ജാവ. അതിൽ മെയിനായിട്ട് പഠിച്ചതെന്ന് വെച്ചാൽ ക്ലാസ്, ഒബ്ജക്റ്റ്, പോളിമോർഫിസം, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, അങ്ങനെ സംഭവമൊക്കെ ഞാൻ പറയുന്നത് തിയറി മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. പ്രാക്ടിക്കൽ നോക്കിയില്ല. അത് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. ഇപ്പം മെയിനായിട്ട് ഞാൻ നോക്കിയാൽ വെച്ചാൽ ക്ലാസ്സും ഒബ്ജക്റ്റും എന്നുവെച്ചാൽ ഓപ്സ് കോൺസെപ്റ്റിൻ്റെ മെയിനായിട്ടുള്ള രണ്ട് കാതല്ലാണ് സംഭവങ്ങൾ. അതിൻ്റെ ഏകദേശം ഒരു കോൺസെപ്റ്റ് ഓക്കെയാണ്. ഇപ്പം അത് നല്ല തറവാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലി വർക്ക് ചെയ്താൽ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. ദെൻ പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ അതാണ് നോക്കിയത്. പിന്നെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഇന്നത്തെ തന്നെ ഒരു ടാസ്ക്കാണെന്നാൽ നമ്മൾ CV ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ഞാൻ ജസ്റ്റ് ലൈക്ക് ബിഗിനർ ആയതുകൊണ്ട് തന്നെ CV എന്ന് പറയുക വലുതായിട്ടൊരു സംഭവമില്ല. ഇറ്റ്സ് ലൈക്ക് എന്നുവെച്ചാൽ 30 ജസ്റ്റ് ലൈക്ക് വേസ്റ്റ് CV എന്നുവെച്ചാൽ. പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഐ തിങ്ക് ക്യാൻവ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് യൂസ് ചെയ്തിട്ടുണ്ടാക്കണം. അതുവരെയാണ് ഇപ്പോൾ ഉള്ള ഏകദേശം നല്ല പ്രോഗ്രസ്. എന്നുവെച്ചാൽ വിത്തിൻ 5 to 6 days കൊണ്ട് ഏകദേശം കുറച്ചൊക്കെ നോക്കി. അത് ഈ കോഴ്സ് എടുത്തുകൊണ്ട് തന്നെ ഉപകാരമായിട്ടുണ്ട്. പിന്നെ ഐ തിങ്ക് ഞാനിപ്പോൾ നാളെ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ കോളേജിലേക്ക് വന്നിട്ടുണ്ട്, ഹോസ്റ്റലിലാണല്ലോ ഇപ്പോൾ. പിന്നെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നില്ലേ, റിജക്ഷൻ ചലഞ്ച്. അതിൻ്റെ ഒരു സംഭവം ഉണ്ടായി. എന്താ പറയുക, +1 +2 ഒക്കെ ഉണ്ടായിരുന്നൊരു ക്രഷ് ഉണ്ടായിരുന്നു. ക്രഷ് മീൻസ് നല്ല വൺ സൈഡിലോ അതുപോലെ എനിക്ക് പറയാൻ നല്ല പേടിയായിരുന്നു. ഈ ചലഞ്ച് വന്നപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ, ഓള് നോ പറയുന്ന എനിക്ക് ഉറപ്പായിരുന്നു. ഡയറക്റ്റായിട്ട് നോ കിട്ടി. സങ്കടമൊന്നുമില്ല. ഞാൻ നോ പ്രതീക്ഷിച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്നുവെച്ചാൽ അതൊന്നും ഫിനിഷ് ചെയ്യാൻ വേണ്ടി. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ പറയാണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു ഇതിലടാ റിഗ്രറ്റ് എന്നുവെച്ചാൽ എങ്ങാനും പറഞ്ഞ് യെസ് പറഞ്ഞാലോ എന്നുള്ളൊരു ചിന്ത വരില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു തന്നിട്ട് നോ കിട്ടി. ഐ ആം ഹാപ്പി. ദാറ്റ്സ് ഓൾ. ഇന്നത്തെ കാര്യം അതാണ്. പിന്നെ എക്സാമിൻ്റെ സീസണായി. ഇനി 2 weeks എങ്ങനെ കോളേജ് വർക്കിംഗ് ഡേയ്സ് ആയിട്ടുള്ളൂ. സെക്കൻഡ് സെം അവസാനിക്കാൻ പോവാണ്. പിന്നെ നാളെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ തുടർച്ചയായി ഇന്റേണൽ എക്സാമാണ്. ഇന്റേണൽ എക്സാം എന്ന് പറയുമ്പോൾ 1 to 3 modules ഒക്കെ വെച്ചിട്ടാണ് ഓരോ എക്സാം. ഓൾസോ പിന്നെ ഇപ്പം നാളെ കമ്പ്യൂട്ടർ സയൻസിൻ്റെ എക്സാം ഉള്ളത്. അപ്പോൾ അതിൻ്റെ കുറച്ച് പോർഷൻ കവർ ചെയ്യാണ്ട്. ഇപ്പോൾ എൻ്റെ
വീഡിയോ ജസ്റ്റ് ഇവിടെ മൈൻഡ് അപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പം എന്നൊരു ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുക. ഡിന്നർ അത് കഴിഞ്ഞ് four whole eggs. And here I'm just winding up. Now the computer 7 got portions.